നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും അല്ലേ? എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഒരു 7-8 മാസമായിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ചെറിയൊരു ഗ്യാപ്പ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് 1 മന്തായി. അത് കഴിഞ്ഞ് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞ് വ്യൂസ് നോക്കുമ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ്. 300, 400, 500 വ്യൂസിൽ കൂടുതൽ പോകാറേ ഇല്ല. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും 40 അങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതും എൻ്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ടാണ്. അപ്പം പിന്നെ ആകെ മനസ്സങ്ങ് മടിച്ചു. എന്നാൽ പിന്നെ വേണ്ട, നമ്മൾ കാരണം വീട്ടിലെ ജോലി, 2 വയസ്സുള്ള ഒരു മോളുണ്ട്, മോളുടെ കാര്യം, അതിനിടയ്ക്കൂടെ കേക്കിൻ്റെ വർക്ക്, അതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതിനിടയ്ക്കൂടെ സമയം കണ്ടെത്തിയിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ടത്ര വ്യൂസൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്കിനും ആകെ അങ്ങ് മടിച്ചു. അപ്പോഴാണ് ഒരു വീഡിയോയ്ക്ക് എനിക്ക് 1K വ്യൂസ് കിട്ടിയേക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോഴത്തേനും എനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്നെ സംബന്ധിച്ച് 1K വ്യൂസ് എന്നൊക്കെ പറയുന്നത് വളരെ 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 വലുതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി. പിന്നെ കേക്കിൻ്റെ ചെറിയ ട്രോൾസൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ ഒരു ട്രോളിന് എനിക്ക് ഒരു 5-6K വ്യൂസ് കിട്ടാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഇൻട്രസ്റ്റ് തോന്നി. വീഡിയോ ഒക്കെ ഇടണം എന്നുള്ള ഒരു താല്പര്യം തോന്നി. അങ്ങനെ പിന്നെ ഞാനിപ്പം അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഇടാറുണ്ട്. അപ്പം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ സമയം ഇങ്ങനെ ആയി വരുന്നേ ഉള്ളായിരിക്കാം. പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുന്നുണ്ട്. 10-200 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ മുന്നോട്ട് പോട്ടെ. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് സ്ട്രോബെറിയുടെ കേക്കാണ്. 2 kg വരുന്ന 2 ടയർ കേക്കായിരുന്നു. ഇപ്പോൾ കസ്റ്റമർ രണ്ടാമത്തെ തവണയാണ് നമ്മുടെ ഇന്ന് കേക്ക് എടുക്കുന്നത്. ആദ്യം എടുത്ത കേക്കും സെയിം ഫ്ലേവർ, സെയിം kg തന്നെ ആയിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസൈനിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി, ബാക്കി കേക്കും ഫ്ലേവറും എല്ലാം സെയിം തന്നെ വേണം, ടേസ്റ്റും സെയിം തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പം കസ്റ്റമർക്ക് ആ ആദ്യത്തെ കേക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. അപ്പം റെഫറൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. റെഫറൻസിൽ നിന്ന് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്